വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. അപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ്. അപ്പോൾ തളിപ്പറമ്പ് ഭാഗങ്ങളിലൊക്കെ എലിവേറ്റഡ് ഹൈവേ ആണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു പോയ ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിടിച്ച് താഴ്ത്തിയതിന് ശേഷമാണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ സൈഡ് ഭിത്തി ഉടൻ തന്നെ നിർമ്മിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇടിഞ്ഞു പോയത്. എന്തായാലും വലിയ പില്ലറിൻ്റെ മുകളിലാണ് നമ്മൾ എലിവേറ്റഡ് ഹൈവേ വരുന്നത്. അതിൻ്റെ മുകളിൽ ഗേഡറും അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളെ കുറ്റിക്കോൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റിക്കോൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ മുകളിൽ ഇത്തരത്തിൽ എലിവേറ്റഡ് ഹൈവേ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ വയലുകളൊക്കെ താണ്ടിക്കൊണ്ടാണ്, വയലുകളും ചെറിയ തോടുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്, ഒരു താഴ്ന്ന പ്രദേശമാണ്. ഇതിലൊക്കെ താണ്ടിക്കൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു വന്നത്. പഴയ ദേശീയപാതയിൽ നിന്ന് കുറ്റിക്കോൽ ഭാഗത്ത് നിന്ന് മാറി നിന്ന് ഡൈവേർട്ട് ആയിക്കൊണ്ടാണ് ഈ തളിപ്പറമ്പ് ഭാഗത്തു കൂടെ റോഡ് കട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ വലിയൊരു ദേശീയപാതയുടെ നീളം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദേശീയപാത ഇത്തരത്തിൽ മാറി നിന്നുകൊണ്ട് സഞ്ചരിക്കുന്നത്. വയലുകളും കുന്നുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ്. നമ്മൾ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പ്രദേശങ്ങളിൽ വർക്ക് എടുക്കുന്നത്. വിശ്വസമുദ്രയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ മേജർ വർക്കും വിശ്വസമുദ്ര തന്നെയാണ്. അപ്പോൾ വലിയൊരു മാൻ പവർ ആവശ്യമുള്ള ഒരു വർക്ക് തന്നെയാണ് വിശ്വസമുദ്രക്ക് പലയിടത്തും കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ വളപട്ടണം പാലം, അതേപോലെ തന്നെ പുല്ലൂപ്പി, വാരം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വലിയ ഒരു വയലിലൂടെ കടന്നു പോകുന്ന ഒരു എലിവേറ്റഡ് ഹൈവേ തന്നെയാണ്. പിന്നെ പലയിടത്തും കുന്നൊക്കെ ഇടിച്ചുകൊണ്ടാണ് നമ്മൾ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റിക്കോൽ ഭാഗത്ത്, ഈ ഭാഗത്ത് വന്നിട്ടാണ് നമ്മുടെ പുതിയ ദേശീയപാത വന്ന് മുട്ടുന്നത്. ഇവിടുന്ന് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് നമ്മുടെ പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇൻസ്റ്റയിലെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.